തുടർന്ന് നമ്മൾ നേതൃത്വത്തിലേക്ക് പോയി വാക്ക് കൂടുന്നതിന് വേണ്ടിയുള്ള പൊതു ഓഫീസ് നടത്തുന്നത്. സങ്കടപ്രദോദനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ പരിശുദ്ധാത്മാവായ സർവേശ്വര നിന്റെ കർത്താവേ, നിന്നെ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ
നമ്മൾക്ക് ഇവിടെ കുർബാന അർപ്പിച്ച സന്തോഷ് സെബാസ്റ്റ്യൻ ചാരന്തപ്പി ഫാദർ, അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ മലബാറിലെ മോസസ് എന്നറിയപ്പെടുന്ന വെള്ളോപ്പ പിതാവിനെയും ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. നമുക്ക് ഇന്ന് ഇവിടെ പള്ളിയിൽ കുർബാനകൾ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഷാജി സെക്കേമോറി അച്ഛനാണ്. ഈ പള്ളിയുടെ വികാരി. അച്ഛന് വളരെ നല്ലൊരു വ്യക്തിത്വമാണ്. എനിക്ക് വളരെ കാലമായിട്ട് അറിയുന്ന ആളാണ്. ആരെയും വെറുപ്പിക്കാതെ, പ്രസംഗിച്ച് മുഷിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ ഒരു ഇടവകയെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് അച്ഛനെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ കൊച്ചച്ഛന് സ്വാമി ഇല്ലിക്കൽ അച്ഛന് ഇന്നിവിടെ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണം ചെയ്തു തന്നതും അച്ഛന് പ്രത്യേകം ഞങ്ങളുടെ കുടുംബങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടെ പോയ സാബു കിഴക്കയിലും പാർട്ടിയും വളരെ നല്ല ഗംഭീരമായ ഗാനങ്ങൾ ആലോചിച്ച് ഇതിനെ മാറ്റിക്കൂട്ടിയ സാബുവിനും ദൈവനും നന്ദി പറയുകയാണ്. ഇന്നിവിടെ നമ്മളെ സഹായിച്ച ബാബുച്ചവനും മറ്റ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ഫാമിലിക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഘുവായിട്ടുള്ള റിഫ്രഷ്മെന്റ് നൽകുന്നതാണ്. അതിനുശേഷം പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ നടയിലെ എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതിലെല്ലാവരും ദയവായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് മൂവ് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ തന്നെ പുറത്തുവന്ന് ഞാൻ ഒന്ന് ഇത് കഴിഞ്ഞാൽ മാറാം. ഓക്കെ, അവിടെ അടിയിൽ എടുക്കുന്ന അവിടെ ലൈറ്റിൻ്റെ അടിയിൽ അതാണ് മാത്രം വലിയ ഇതല്ല. ആ ഉള്ളിൽ കണ്ടില്ലേ, അവിടെ ഇരുണ്ട്, ഇവിടെ ബ്രൈറ്റ്. എന്താ പറയണത്, നമ്മൾ പറയുന്നത് നീ എടുത്തോ, വീഡിയോ എടുത്തോ. നമുക്ക് ആ ഇരിക്കുന്നവരെ മാത്രം ഇരുത്തിയിട്ട് ഒരെണ്ണം എടുത്തിട്ട് ബാക്കിയുള്ളവരെ ഇരുത്താം. അല്ല, ഒരു കാര്യം ചെയ്യോ, ഇരിക്കുന്നവർ മാത്രം ഇരിക്കും, ബാക്കിയുള്ളവരെ മാറ്റിയിട്ട് അടുത്ത സെക്ഷനായിട്ട് രണ്ടായിട്ട് എടുക്കാം. കബഡി അവർ ഉന്നയിച്ച വെല്ലുവിളികൾ
നമ്മളിവിടെ തോട്ടത്തിൽ ഫാമിലിയുടെ സെന്റിനറി സെലിബ്രേഷന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരെയും തോട്ടത്തിൽ ചാലന്തൊട്ടി ഫാമിലിയുള്ളവര് എല്ലാവരെയും ഒരുമിച്ച് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആദ്യമായി ഇങ്ങനൊരു അവസരം ഒരു കൂട്ടി തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയുകയാണ്. ഇനി എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, തോട്ടത്തിൽ കുടുംബത്തിന്റെ 100 വർഷത്തെ ചരിത്രം വെറും 5 മിനിറ്റ് കൊണ്ട് ഇവിടെ പറയണം. അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. പലരെയും വിട്ടുപോയിരിക്കും, പലതും പറയാൻ മറന്നുപോയിരിക്കും. എന്നിരുന്നാലും അതിനെ ക്ഷമിക്കുക. എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മളുടെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പേരാവൂർ MLA ഞങ്ങളുടെ എല്ലാം അളിയനും കൂടിയായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ പേരാവൂരോട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു അധിക പ്രസംഗമായിരുന്നു. പേരാവൂരിന്റെ ഓരോ കോണകളും ഓരോ വിവാഹവും മരണവും എല്ലാ ഫാമിലിയിലും എത്തിച്ചേരുന്ന പേരാവൂരിന്റെ ഏത് കക്ഷി ഭരിച്ചാലും പേരാവൂരിന് വേണ്ടുന്ന ആവശ്യങ്ങൾ നമ്മുടെ വിലപേശി വാങ്ങിത്തരുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഹിജോമാണ്. ഹിജോയെ പറ്റി പറയുന്നത് നല്ല ആർട്ടിസ്റ്റാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ അടുത്തുനിന്ന് പോലും അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാറ്റിനും ഒരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ 75 വയസ്സിന് മുകളിലുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം സ്ഥാനം ഒരുക്കിയിട്ടുണ്ട്. അവരെ ഇന്ന് നമ്മളെല്ലാവരും ആദരിക്കുകയാണ്. അവരെ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് ഇന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നമ്മൾ സന്ദേശം തന്നിട്ടുണ്ട്. അതുപോലെ ആർച്ച് ബിഷപ്പ് ഓഫ് തലശ്ശേരി ഇന്നിവിടെ എത്താമെന്ന് പറഞ്ഞതാണ്. എന്തെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ വന്ന് കയറി പോകുമെന്നുള്ള കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുഖ്യാതിഥി നമ്മുടെ ഐക്യഭാഷണവും ടീമുമായ ഏകദേശം 12 മണിയോടുകൂടി എത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥാനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യാം. ഇവിടെ സ്നേഹ സന്ദേശങ്ങൾ നൽകുന്നത് ഫാദർ സന്തോഷ് സെബാസ്റ്റ്യൻ ചാലന്തൊട്ടി. അദ്ദേഹം തമിഴ്നാടുകാരനാണ്. സെന്റ് തോമസ് പ്രോവിൻസിലെ ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷൻ അംഗമാണ്. അദ്ദേഹം ആലപ്പുഴയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യും. നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് വിനോദ് തോമസ് സന്ദേശം നൽകും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കിസാൻ മഹാസംഘം സംസ്ഥാന ചെയർമാനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം. ഈ വാർഡ് മെമ്പർ രാജു മലപ്പുറം അവരുടെ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ സീനിയറായ സിസ്റ്റർ മേഴ്സി അവരുടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളൊക്കെ മലബാറിൽ വന്നപ്പോൾ ആദ്യകാല നമുക്ക് മണത്തരയുള്ള നായർ തറവാടുകളിൽ നമുക്ക് വേണ്ട സഹായങ്ങളും സ്ഥലങ്ങളും എല്ലാം തന്നത് അവരുടെ പ്രതിനിധിയായിട്ട്
വേണുഗോപാൽ തോടത്ത് ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തള്ളവർക്കാരാണ് തോടത്ത് ഫാമിലിയെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നമ്മുടെ തിരുവിതാംകൂറിലെ തോട്ടം ഫാമിലിയിൽ നിന്നും പ്രതിനിധിയായി രണ്ടുപേരോട് എത്തിയിട്ടുണ്ട്. പോൾ തോട്ടം, സലീം തോട്ടം. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാറ്. പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, നാലാം തലമുറയിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, അവരാണ് ഈ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യാറ്. എല്ലാവർക്കും ഉപരിയായി വനിതാ സംവരണത്തിലൂടെ വന്ന അഞ്ജു സെബാസ്റ്റ്യൻ, എല്ലാ സാമ്പത്തിക കാര്യങ്ങളും അഞ്ജു സെബാസ്റ്റ്യൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സ്ത്രീകൾക്ക് കൂടി ഒരു മതിപ്പ് വരുത്തുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഫർദീന അബ്ദുൽ ആണ്. ഫർദീനയും മറ്റ് എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ കുടുംബത്തെയും തോട്ടത്തിൽ, കാരപ്പത്തിൽ, വെള്ളക്കുന്നിൽ, പാർട്ടിയിൽ, അതുപോലെ തന്നെ കുടക്കച്ചിറ, കരീച്ചിറ, നാടികൾ, തെക്കേക്കുറ്റ്, പാലക്കാട്ട് നിന്ന് ഈ 5 കുടുംബങ്ങളായിരുന്നു ആദ്യം മലബാറിലുണ്ടായിരുന്നത്. ആദ്യത്തെ പള്ളികൾ ഇപ്പോൾ ഉണ്ടായിരുന്നത്. അവരുടെ പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറ്. ഈ പരിപാടിക്ക് ശേഷം ഇവിടെ സ്നേഹമിരുന്നുണ്ട്. അതെല്ലാവരും കഴിഞ്ഞിട്ട് പോകാവുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഓർത്തു ശ്രദ്ധയില്ല. നന്ദി ചാപ്പച്ചപ്പ. നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് പേർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ഞാനിതിവിടെ ഇപ്പോൾ വായിക്കാം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, തോട്ടത്തിൽ കുടുംബം മലബാറിലേക്ക് കുടിയേറിയതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ 100 വർഷത്തെ ചരിത്രം കുടുംബത്തിന്റെ ഐക്യവും പരസ്പര സഹായവും സമഗ്രമായ സമുദായ സേവനവും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈ കാലയളവിൽ തോട്ടം കുടുംബം നിരന്തരമായി സമൂഹത്തിന്റെ പുരോഗതിയിൽ പങ്കുചേരുകയും സുദീർഘമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. നിങ്ങളുടെ പിതാക്കളുടെ അനുഭവങ്ങളും പരിശ്രമവും പുതിയ തലമുറയ്ക്കുള്ള ഒരു പ്രചോദനമാണ്. എല്ലാ മേഖലകളിലും ഈ വാർഷികം പുതിയ സാധ്യതകളിലേക്ക് നിങ്ങളെ നയിക്കുന്നു. നിങ്ങളുടെ ധീരമായ പരിശ്രമങ്ങൾക്കും സമർപ്പണത്തിനും അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ 100 വർഷം കൊണ്ട് ഇതുവരെ നേടിയിരിക്കുന്ന അതുല്യമായ നേട്ടങ്ങൾ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പുതിയ വഴികളിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഈ 100 വർഷത്തിന്റെയും കാർഷികവും സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് പിന്നിൽ തോട്ടത്തിൽ കുടുംബം സുറിയാനി ക്രിസ്ത്യാനികളും സുദീർഘമായ സേവനങ്ങൾക്ക് അഭിനന്ദനാർഹമാണ്. ഈ ആഘോഷം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി തീരട്ടെ എന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, കേരള സർക്കാർ. ഇത് നമ്മൾ നടത്തുന്ന തോട്ടത്തിൽ കുടുംബത്തിന്റെ 100 വർഷം ആഘോഷിക്കുന്ന മഹത്തായ ദിനത്തിൽ നമ്മുടെ കുടുംബത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശ്വാസ പ്രവർത്തനത്തിന്റെയും ഒരു പ്രധാന വിധമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിഷപ്പ് മാർ ജോൺസ് കനിയമ്പറ്റം, മാർ ജോസഫ് പാങ്കാനി പിതാവിന്റെ അസാന്നിധ്യം പിതാക്കൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് ദുഃഖിതമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീയമായ പിന്തുണയും പ്രാർത്ഥനകളും നമ്മുടെ കൂടെ സപ്തവത്തായി ഉണ്ടാകുന്നുവെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഭാഗ്യവശാൽ അവരുടെ ആശംസകൾ ഒരു വീഡിയോ പ്രസന്റേഷനായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇപ്പോൾ അത് ശ്രമിക്കാം. തോട്ടത്തിൽ ചാരന്തൊട്ടി കുടുംബം മലബാറിലേക്ക് കുടിയേറിയതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുവാൻ കുടുംബയോഗമായി നിങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം പേരാവൂർ തൊണ്ടിയിൽ ഒരുമിച്ച് കൂടുന്നു എന്നറിയുന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. മലബാർ കുടിയേറ്റത്തിന് തുടക്കം കുറിച്ച പിതാമഹന്മാരാണ്
തോട്ടത്തിൽ ചാരംതൊട്ടി കുടുംബം എന്ന് കാണുന്നത് വളരെ സന്തോഷകരമാണ്. മലബാറിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്കും അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും നിമിത്തമായത് ആദ്യകാലത്ത് കുടിയേറിയ പിതാമഹന്മാരുടെ നിശ്ചയദാർഢ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ പിതാമഹന്മാർ ചെയ്ത ഈ വലിയ ധീരമായ പ്രവൃത്തി അഭിനന്ദനാർഹമാണ്. അതിന് മലബാറിൻ്റെ മുഴുവനും ആശംസയും പ്രാർത്ഥനയും നിങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, പിൻതലമുറക്കാർക്ക് ഞാൻ ഹൃദയപൂർവ്വം നേരുന്നു. ഡിസംബർ 27-ാം തീയതി നിങ്ങൾ നടത്തുന്ന കൂട്ടായ്മയിൽ എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ സെഞ്ചുറി ആഘോഷിക്കുന്ന അവസരത്തിൽ സെഞ്ചുറി ആഘോഷങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. തോട്ടത്തിൽ കുടുംബങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. ഈ ആചരണം നമുക്ക് നേതൃത്വം നൽകി ആദ്യകാലത്ത് വന്ന എല്ലാ പൂർവ്വന്മാരെയും അനുസ്മരിക്കുന്ന ഒരു അവസരമാണ്. അവരുടെ കടപ്പാടും അവരുടെ വലിയ പാരമ്പര്യങ്ങളുടെ പ്രാർത്ഥിക്കുന്നതിനും അതുണ്ടായിരുന്ന സഭയുടെ വിശ്വാസവും സഭ സൃഷ്ടിക്കുന്നവരുടെ സഹനമെല്ലാം ഓർക്കുന്നതിനും ആ ചൈതന്യം തുറന്നു പ്രവർത്തിക്കുന്നതിന് സ്ഥിരമായിട്ടുള്ള അവസരമാണ്. ഇതിൽ അധികാരിയുടെ ഏറ്റകാലിയും അനുസ്മരിക്കുന്നതിന് വേണ്ടി സിദ്ധി ആഘോഷിക്കുന്ന ഈ കുടുംബത്തിന് എല്ലാവരും ഓണം ആസ്വദിക്കുന്നു. നേരത്തെ കൊടുക്കുന്ന എല്ലാവരെയും കുട്ടിക്കാരനിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മ ായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹവും അനുഗ്രഹവും എല്ലാവർക്കും അടിയുറപ്പായി ഉണ്ടാകട്ടെ. അടുത്തത് അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ സ്വന്തം സിജോ ജോൺ തോട്ടത്തിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. കൂടാതെ വേൾഡ് ഫസ്റ്റ് സ്പീക്കിംഗ് ബുക്ക് ഭഗവത്ഗീത, രാമായണം തുടങ്ങിയ ബുക്കുകളിലെ ഇല്ലസ്ട്രേറ്ററാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന ചടങ്ങുകൾ വഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ എമിറേറ്റ്സ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മുല്ലക്കാട്ട്, വളരെയധികം സ്നേഹത്തോടെ 100-ാം വാർഷികത്തിന്റെ അനുഗ്രഹ സന്ദേശം അറിയിച്ച ബഹുമാനായ എമിറേറ്റ്സ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മടിമറ്റാവ്, അതുപോലെ തന്നെ തോട്ടത്തിൽ കുടുംബത്തിനായി വളരെ ഭംഗിയായി അനുഗ്രഹ സന്ദേശം നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിച്ച അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും ഇവിടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കുള്ള അതിയായ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ആയിരത്തി 1924 തിരുവിതാംകൂറിലെ കർഷക കുടുംബത്തിൽ നിന്നും ഫലഭൂയിഷ്ടമായ മണ്ണ് തേടിയുള്ള പാലായനം നമ്മുടെ പിതാക്കന്മാരെ എത്തിച്ചത് പേരാവൂർ ദേശത്തും മണത്തിലുമാണ്. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ചിന്തയും ദീർഘവീക്ഷണവും കാർഷിക വൃദ്ധിക്കായി ഭൂമി തിരഞ്ഞെടുക്കുവാനുള്ള പാഠവും കലാപരമായും ചിട്ടയായും ഒരു ഭൂപ്രദേശത്തെ ആകമാനം ഭക്ഷ്യനാണ്യ വിളകൾ നട്ടുനനച്ച് സമൃദ്ധിയുള്ളതാക്കി മാറ്റുകയായിരുന്നു. അതിനുവേണ്ടി തദ്ദേശവാസികളായ ആളുകളുടെയും കൂടിയ സഹകരണത്തോടെ ഒരു ദേശത്തെ ആകെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു.
അതിൽ ഇന്ന് തോട്ടത്തിൽ കുടുംബത്തിലെ നാം എല്ലാവരും ഈ അവസരത്തിൽ അവരെയെല്ലാം ഓർക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യേണ്ടതാണ്. തോട്ടത്തിൽ കുടുംബം മലബാറിലെ പ്രാദേശിക സമൂഹത്തിൽ കടന്നു വന്നതോടെ തിരുവിതാംകൂറിൽ നിന്നും മറ്റനേകം കുടുംബങ്ങൾ പുതിയ കൃഷിയിടം തേടി എത്തുകയും പിന്നീട് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി തീരുകയും ചെയ്തു. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളും പള്ളികളും നിർമ്മിക്കപ്പെട്ടു. ആത്മീയതയിലും ക്രിസ്തീയ വിശ്വാസത്തിലും അടിയുറച്ച വിശ്വാസികളായിരുന്ന നമ്മുടെ പൂർവികരെ നന്മയുടെയും നേരിന്റെയും മാർഗത്തിലൂടെ നയിച്ച അനേകം നല്ലവരായ വൈദികരെയും സിസ്റ്റേഴ്സിനെയും മറ്റു ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഈ ആഘോഷവേളയിൽ നമ്മുടെ പിതാമഹന്മാർ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പ്രത്യേകമായി നാം ഓരോരുത്തരും സ്മരിക്കേണ്ട കാര്യമാണ്. തോട്ടം കുടുംബത്തിന്റെ 100ാം വാർഷികം ഒരു സന്തോഷ സുദിനമാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഇത്രയധികം അർപ്പണ മനോഭാവത്തോടെയും സ്നേഹത്തോടെയും ഒത്തുചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും നാളുകൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റ് പ്രാസംഗികരെ പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികൾ, തോട്ടത്തിൽ കുടുംബത്തിന്റെ ഈ സ്നേഹ സംഗമത്തിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നേരത്തെ എന്നെ വിളിച്ചതാണ്. ഇവിടെ ചാക്കോച്ചൻ സ്വാഗത പ്രസംഗത്തിൽ എന്നെ അഭിസംബോധന ചെയ്തത് കേവലം MLA എന്നതിനേക്കാൾ ഉപരി അളിയൻ എന്നാണ്. അപ്പൊ ഞാൻ ബിനോയ് വക്കീലിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ശ്രീ ചാക്കോച്ചനും എന്റെ ഭാര്യയും നേരെ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളാണ്. അപ്പൊ തോട്ടത്തിൽ കുടുംബമായി എനിക്കുള്ള ബന്ധങ്ങൾ, കുടുംബബന്ധം, സ്നേഹബന്ധം, അതുപോലെ പൊതുജീവിതത്തിൽ നിരവധിയായ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുള്ളവരും അല്ലാത്തവരുമായി നിരവധി പേരുണ്ട്. അപ്പൊ ഞാൻ ഈ മാസ്ക് ധരിക്കുന്നത് എനിക്ക് ചെറിയ പനി, അതുപോലെ നല്ല ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയും സാധാരണ ഏതെങ്കിലും അസുഖം വന്നാൽ രാത്രിയോട് തീർന്ന് പിറ്റേ ദിവസം രാവിലെ റെഡിയാവും. പക്ഷെ പോരാതെ ഞാൻ നിശ്ചയിച്ചതാണ്, വരാൻ കഴിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഇടതൊട്ടിയിലെ വടക്കേക്കിന്റെ കുടുംബയോഗമുണ്ട്. അങ്ങാടിക്കടവിലെ തടത്തിൽ കുടുംബത്തിന്റെ ഒരു യുവാവ് അച്ഛനാകുന്ന വൈദികരാകുന്ന മുത്തക്കുർബാനയുണ്ട്. പിന്നെ ഇരിട്ടിയിലെ വേറൊരു ബാച്ച്മേറ്റ് സ്കൂളിലെ SSLC ബാച്ച്മേറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ പോകണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഇവിടെ നിന്ന്
പലരുടെയും സ്നേഹത്തിൽ പൊതിഞ്ഞ ഫോണുകളോടൊപ്പം എന്നോട് എൽസി സംഭവിച്ചിരുന്നവരെ കുറിച്ചിട്ട് വിട്ടുകൊണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ തോട്ടത്തിൽ കുടുംബം മലബാറിലേക്ക് കുടിയേറിയതിന്റെ 100-ാം വാർഷികമാണ്. അത് കുട്ടികളെ മനസ്സിലാക്കണം. അതൊരു ചരിത്രമാണ്. കേരളത്തിന്റെ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മെച്ചപ്പെട്ട കൃഷിഭൂമി അന്വേഷിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് നടത്തിയ കുടിയേറ്റം. ആ കുടിയേറ്റത്തിന്റെ ആദ്യ കാരണന്മാർ തോട്ടത്തിൽ കുടുംബാംഗങ്ങളായിരുന്നു. അവർ വന്ന് ഏതായാലും ഈ പേരാമ പ്രദേശത്ത് അവർ സ്ഥലം കണ്ടെത്തി ഇന്നത്തെ നിലയിൽ ഈ പേരാമിന്റെ വികസിതമായ ഒരു പ്രദേശമായി തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കറിയാം. തിരുവിതാംകൂറിന്റെ സമാനമായി ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി പേരാവൂർ എന്ന് പറഞ്ഞാൽ ലോകമറിയുന്ന ഒരു പ്രദേശമായി ഒരു പേരാവൂർ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനമായത് നമ്മുടെ കർഷക കാരണവന്മാരാണ്, കുടിയേറ്റ കാരണവന്മാരാണ്. അവര് മണ്ണിൽ പണിയെടുക്കുമ്പോൾ തന്നെ അവര് ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. ആരാധനാലയങ്ങൾക്കൊപ്പം അവര് വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അതാണ് തൊണ്ടിയിൽ നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ തന്നെ ആദ്യത്തെ ഹൈസ്കൂളാണ്. നമ്മുടെ ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ തൊണ്ടിയിൽ സ്കൂളിൽ വന്നിട്ടാണ് പഠിക്കുന്നത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം തങ്ങളുടെ മക്കൾക്കും ചെറുമക്കൾക്കും നൽകുന്നതിന് വേണ്ടി നമ്മുടെ കർഷക കാരണവന്മാർ ബദ്ധസന്ധരായിരുന്നു. നമ്മുടെ അമ്മച്ചിമാർ പലരും നമ്മുടെ കൂടെ ഇല്ല. അവരെത്രയോ ത്യാഗം ചെയ്യുന്നവരാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് 2 കുട്ടികൾ, ചെറിയ കുടുംബം, 2ാം വിദ്യാഭ്യാസം, 2ാം ജോലി, അതായത് അവസ്ഥയെങ്കിൽ അന്ന് 10-12 കുട്ടികളുടെ അമ്മമാരായിരുന്നവർ വീട്ടിലെ പണി, പറമ്പിലെ പണി, അടുക്കള പണി, നന്നായി രീതി എല്ലാം നോക്കിയിട്ട് അവർ നമ്മളെ വളർത്തി വലുതാക്കി എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ ഈ കുടുംബത്തിന്റെ നന്മ വ്യത്യസ്ത ശാഖകളായി ഇന്ന് ഈ പേരാവൂര് ഇരുട്ടി പ്രദേശത്ത് ഏറ്റവും വലിയ ഒരു കുടുംബം, കൂടുതൽ അംഗങ്ങളുള്ള ഒരു കുടുംബം, കൂടുതൽ ശാഖകളും ഉപശാഖകളും ഉള്ള ഒരു കുടുംബം, പാരമ്പര്യവും ചരിത്രവും ഉള്ള ഒരു കുടുംബം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം കിട്ടുന്നത് അത് തോട്ടത്തിൽ കുടുംബമാണ് എന്ന കൃത്യമായ ഉത്തരം തന്നെയാണ്. ഞാനവിടെ വരുമ്പോൾ അറിയാത്ത പലരും കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന തോട്ടത്തിൽ നിന്ന് ശാസ്ത്രസാറിനെ അതേപോലെ അല്ലെങ്കിൽ ഈ പലായനത്തിന്റെ 2ാമത്തെ ഘട്ടമായ ഇമിഗ്രേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക്, രാജ്യത്തേക്ക് നീങ്ങുന്നതിനാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. വ്യക്തമായ താല്പര്യത്തോടെ ലക്ഷ്യം വന്നത്. ഇനി അടുത്ത സ്റ്റേജിൽ ഇത് നിന്നു പോകും. അതുകൊണ്ട് കുടുംബങ്ങളൊക്കെ നിന്നു പോകുന്നതിന് മുമ്പ്, അവരുടെ ബന്ധങ്ങളൊക്കെ അറ്റത്തിരുന്ന് അറിയില്ലാതെ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സംഘങ്ങളൊക്കെ അനിവാര്യമാണ്. ആ ധീരതയോടുകൂടെ ഈ ഒരു കുടുംബ പലായന നാട്ടിൽ നിന്ന് മലബാറിലേക്ക് നടത്തിയ ധീര യോദ്ധാക്കൾ എന്ന് വേണം നമ്മുടെ പൂർവികരെ വിളിക്കാൻ. അവർക്ക് എല്ലാവരുടെയും പേരിൽ ആദരവ് അർപ്പിക്കുന്നു. 2ാമത്തെ ആദരം, ഇത്തരമൊരു കുടുംബ സംഗമം വിളിച്ചു ചേർത്താൽ ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു, ഇതാരാണ് ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വിടാപിടിയന്മാരായ കുറെ ചെറുപ്പക്കാരുടെ ഓടി നടക്കുന്നത്. സിന്ധു പൊട്ടം ചാക്കോട്ടന്മാർക്ക് ഇങ്ങനെ തുടങ്ങി വിടാപിടിയന്മാരുടെ കുറെ പേര് ഉണ്ടോ, ഇവരിങ്ങനെ നിൽക്കുകയാണ്. എന്തിനു റെഡിയായി. ഇത്തരത്തിലുള്ള സംഗമത്തിന്റെ വിജയം എന്ന് പറയുന്നത് 2 കൂട്ടരാണ്. ഒന്ന് വേദിയിലിരിക്കുന്നവരും ഒന്ന് അടുക്കളയിലിരിക്കുന്നവരുമാണ്. വേദിയിലിരിക്കുന്നവർക്ക് അതിന്റെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആരും കാണാതെ ഇങ്ങനെ ഓടി നടന്ന് വെപ്രാണപ്പെട്ട് വയർത്തു കുളിച്ച് ജോലി ചെയ്ത് എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട് എല്ലാം സുസജ്ജമായി
ഒരുപക്ഷെ ചെറുപ്പക്കാരുണ്ടാവും ഇവിടെ. അവൻ ഇതിന്റെ വിജയത്തിന് മുഖ്യ കാരണമാണ്. ഞാൻ അവർക്ക് എന്റെ പേരിൽ ഒരു നല്ലൊരു അഭിനന്ദനം കൊടുക്കുകയാണ്. ഇതൊരു ഊർജ്ജസ്വലതയോടുകൂടെ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇതെല്ലാം ഭഗീരഥ പ്രയത്നമാണെന്നറിയോ ഇങ്ങനെ ഒരു കുടുംബസംഗമം. ഒരു മാമോദിസ തന്നെ നടത്തുമ്പോൾ എത്ര കാര്യങ്ങളാണ് പാടി പോകുന്നത്, കയ്യിൽ പോകുന്നത്. അവിടെയാണ് ഇത്രയും വലിയൊരു കുടുംബസംഗമം എല്ലാവരും പോയി നേരിൽ കണ്ട് വിളിച്ച് ക്ഷണിച്ച് ഇവിടെ എത്തിച്ച് പരിചയം പുതുക്കിയ കൊണ്ടുവരുന്ന പറഞ്ഞാൽ അതൊന്നും ചിത്രകാര്യമല്ല, ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർക്ക് നല്ലൊരു ആദരം, അഭിനന്ദനങ്ങൾ. ഇതൊരു നല്ല തുടക്കമാകട്ടെ. എല്ലാവരെയും ഓർക്കുന്നു. ഇനിയും നമ്മുടെ ഈ മൈഗ്രേഷന് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പിൽഗ്രിമേജിന്റെ സ്പിരിറ്റോട് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് നല്ല കുടുംബമായി മുമ്പോട്ട് പോകാൻ പറ്റും. ഈ തോട്ടത്തിൽ നിന്ന് ഈ നല്ല വടവൃക്ഷങ്ങൾ ഉണ്ടാവട്ടെ, ഫലങ്ങൾ കായ്ക്കട്ടെ, മുമ്പോട്ട് പോകട്ടെ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ കുടുംബ സംഗമത്തിന്റെ ഏറെ ബഹുമാനായ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തുമായ സിജോ, അതുപോലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ഡോക്ടർ സണ്ണി ജോസഫ്, സാർ ഉൾപ്പെടെയുള്ള വേദിയിൽ നിൽക്കുന്ന ബഹുമാനിയെ, ഏറെ സ്നേഹം നിറഞ്ഞ തോട്ടത്തിൽ കരതൊട്ടി കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കൾ, ഞാൻ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ആദരിച്ച റോസമ്മച്ചി, ഞാൻ ഈ തൊണ്ടി വന്ന കാലം മുതൽ ഈ കുടുംബവുമായി വളരെ അടുത്തപ്പെട്ടു. ഞങ്ങൾ 30 വർഷമായിരുന്നു. അവിടെ ഞാൻ വീട്ടിൽ പോയിരിക്കുമ്പോൾ ഇവിടെ കുടിയേറ്റം നടന്നതിൻ്റെയും ഇവിടെ ആളുകൾ വന്നതിൻ്റെയും ഒക്കെ കഥ അമ്മച്ചിയോട് പറയാൻ എനിക്ക് ഓർമ്മ. അമ്മച്ചിക്ക് കേരളക്കുറവുണ്ട്, സംസാരിക്കാൻ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇതിലിരിക്കുന്ന ഒരു 60% ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് ജോലി പ്രവർത്തിച്ചവരും, ഞാൻ ജോലി ചെയ്യുന്ന കൊളക്കാട് എൻ്റെ സുഹൃത്തുക്കളും തൊണ്ടിയിൽ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത് ഒരു കുടിയേറ്റത്തിൻ്റെ നേതൃത്വമാണ് എന്നോട് പറഞ്ഞില്ല. ദൂരനാട്ടിൽ നിന്ന് ഈ പേരാവിലേക്ക് വന്നു. ഇപ്പോൾ 75 വർഷം പൂർത്തിയായവർ ഇവിടെ ആദരവേറ്റ് വന്നു. അന്നത്തെ ആ കുടിയേറ്റത്തിന് അവർക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരിക്കും? മാതാപിതാക്കളോടൊപ്പം ഈ പ്രദേശത്ത് വന്ന് അവർ പടവൊരുങ്ങിയപ്പോൾ ആ കൂടെ ത്യാഗങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന ആളുകൾ അനുഭവിക്കുന്ന 75 വീട്ടിൽ അവരെ ആദരിക്കുകയല്ല വേണ്ടത്, അവരെ ശരിക്കും നമസ്കരിക്കുക. കാരണം അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചേർത്ത ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അവർ ചെയ്ത നേട്ടത്തിന്റെ ഫലം അനുഭവിക്കുന്നവരാണ്. അപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ ഉണ്ടായിരുന്നൊന്നും വീട്ടിൽ വണ്ടി ടി വി ഒന്നും നടക്കുന്നില്ല. പക്ഷെ എൻ്റെ മക്കളൊക്കെ വന്നപ്പോൾ കാറ് ടി വി മൊബൈൽ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലുള്ള തലമുറയോട് ഇവരുടെ ചരിത്രം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ NTന്റെ രചന പോലെയായിരിക്കും. അപ്പോൾ ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. തൊണ്ടി പ്രദേശത്ത് പേരാവൂർ മേഖലയിൽ നിങ്ങളുടെ കുടുംബം ചെയ്ത ത്യാഗത്തിനും നേട്ടങ്ങൾക്കും നിങ്ങൾ ഒരുമിച്ച് നിന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കൂട്ടായ്മയുടെ പ്രത്യേകം അഭിനന്ദിക്കുക. സിജോ നമ്മുടെ വ്യവസ്ഥയിലാണ് പ്രശ്നം പുറത്തൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ വളരെ ഒതുങ്ങി നിൽക്കുന്നവരാണ്. ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ സിജോ പ്രസിഡന്റായി മുൻകൈ എടുത്തതിന് പ്രത്യേക ഒരു അഭിനന്ദനം സിജോയിൽ നൽകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അഭിമാനമാണ് സിജോ എന്ന അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരും. നന്ദി. നമ്മുടെ അച്ഛന്മാരെ അമ്മച്ചന്മാരെ കൊണ്ടാടുകയും ചെയ്ത നമ്മുടെ സന്തോഷത്തിന് നമ്മളിപ്പോൾ മൊമന്റോ നൽകി ആഗ്രഹിക്കുകയാണ്. മൊമന്റോ സ്വീകരിക്കുന്നതിനായി ഫാദർ സന്തോഷ് സെബാസ്റ്റ്യനെ ക്ഷണിക്കുന്നു. മൊമന്റോ നൽകുന്നതിനായി ഈ പ്രോഗ്രാമിന്റെ വൈസ് പ്രസിഡന്റ് സിജോ ചോദ്യത്തോടത്തിനെ സദയം ക്ഷണിച്ചുകൊള്ളുന്നു.
ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്തതായി നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കാം അഡ്വക്കേറ്റ് ബിനോയ് തോമസ്. അദ്ദേഹം രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർപേഴ്സണാണ്. അദ്ദേഹത്തെ മൊമെന്റോ സ്വീകരിക്കുന്നതിനായി എത്രയും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഈ മൊമെന്റോ നൽകുന്നതിനായി നമ്മുടെ പ്രോഗ്രാമിന്റെ വൈസ് പ്രസിഡന്റ് സിജോ ജോർജിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് ബിനോയ് തോമസിന് രണ്ടു വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സംഭൂതിയായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 12 മണി അല്ലെങ്കിൽ 12:15 മണി സമയത്ത് ഭക്ഷണം നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനബോധത്തോടെ തോട്ടത്തിൽ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുകയും നിങ്ങളെല്ലാം ഗുരുമോഹൻ വിളിക്കുന്ന ജോസഫ് തോട്ടത്തിലെ മകളെ വിവാഹം കഴിച്ച് ഈ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം അനുഗ്രഹിച്ചത് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കുടുംബത്തിലെ അംഗങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല ചടങ്ങുകളായ വിവാഹങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ നാളെ വിട്ടുവീഴുന്ന മരണാനന്തര ചടങ്ങുകളിലാണെങ്കിലും തോട്ടത്തിൽ കുടുംബത്തിന്റെ ഒരു ഐക്യവും ശക്തിയും ബലവും ഒരുപാട് തവണ ബോധ്യപ്പെട്ട് അഭിമാനം കൊണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അവിടെയാണ് ഇവിടെ 4ാമത്തെ തലമുറ സിജോ തോട്ടത്തിന്റെയും സിജോയുടെയും ഒക്കെ നേതൃത്വത്തിൽ 10-20 ചെറുപ്പക്കാർ ചേർന്ന് വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവർ നടത്തിയ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇവർ നടത്തിയ ആ ധീരോദാത്തമായ മൂവ്മെന്റാണ് ഇത്രയും വലിയ ഒരു കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ ഇടയായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം കഴിഞ്ഞുപോയ ക്രിസ്മസിന്റെയും വരാനിരിക്കുന്ന പുതുവത്സരത്തിന്റെയും ആത്മാർത്ഥമായ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. ഞാൻ ആശംസാ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു ചെറിയ കഥ ഇപ്പൊ എന്റെ മനസ്സിൽ വന്നത് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ പെരുമാറുകയാണ്. ഒരു ഇടവക വികാരിയായി പുതിയതായി ഒരു ഇടവകയിലെത്തിയ ഒരു വൈദികൻ, അദ്ദേഹം ആദ്യമായി ഇടവകയിലെ തന്റെ ഭവനങ്ങൾ സന്ദർശിച്ച് കടന്നു പോവുകയാണ്. മുൻകൂട്ടി അറിയിക്കാതെയാണ് ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അച്ഛൻ കടന്നു പോകുന്ന സമയത്ത് ഒരു വീട്ടിലെത്തിയപ്പോൾ അവിടെ കുടുംബാംഗങ്ങൾ മുതിർന്നവരായിരുന്നില്ല. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയോട് അച്ഛൻ ചോദിച്ചു, വീട്ടിൽ ബാക്കി ആരൊക്കെയുണ്ട്, അവരൊക്കെ എവിടെ പോയിരിക്കുന്നു, ആരെയും കാണുന്നുണ്ടോ? അപ്പോ അച്ഛനും അമ്മയും അപ്പനും അമ്മയും പുറത്ത് പണിക്ക് പോയിരിക്കുകയാണ്, ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലാണ്, എന്റെ ചേട്ടൻ കടയിൽ പോയിരിക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ അച്ഛൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ചോദിച്ചു, മോളുടെ പേരെന്താണ്? ആ മോൾ തന്റെ പേര് പറയുന്നു. അതുപോലെ അതിനുശേഷം അച്ഛൻ ചോദിച്ചു, മോളുടെ അപ്പന്റെ പേരെന്താണ്? അപ്പന്റെ പേരും മോള് പറഞ്ഞു. അതിനുശേഷം മോളോട് വീട്ടിൽ ചോദിച്ചു, അമ്മയുടെ പേരെന്താണ്? അപ്പൊ മോള് പറഞ്ഞു, അച്ഛൻ ഞാനിതിൽ ആംഗ്യം കാണിച്ചു തരാം, അതിൽ നിന്ന് അച്ഛന് പറ്റുമെങ്കിൽ എന്റെ അമ്മയുടെ പേര് കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛന് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ശ്രദ്ധിച്ചു നിന്നു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ഇതെന്താണ്, ഇങ്ങനെ പോകുന്ന ഒരു ജീവിയുണ്ട്, അതിന്റെ പേര് അച്ഛന് പറയാമോ എന്ന് ചോദിച്ചു. പക്ഷെ ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. കുറെ നേരം അച്ഛൻ ചിന്തിച്ചു, എന്തെങ്കിലും ക്ലൂ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ നടന്നു പോകുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു ജീവി അത് മറിഞ്ഞു വരുന്നാൽ എന്താണ്? അതാണ് എന്റെ അമ്മയുടെ പേര് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കുറെ ആളുകളും ഈ കാര്യം കേട്ടിട്ടുണ്ടാവും, പേര് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും സമയത്തിന്റെ പരിധിയിൽ ഞാൻ തന്നെ അത് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന ജീവി ആമയാണ്. ഇങ്ങനെ പോകുന്ന ജീവി ആമയാണെങ്കിൽ അത് മറിഞ്ഞു വന്നാൽ മറിയാമ്മ എന്നാണ്.
ഒന്നാമത്തെ കുടിയേറ്റം കഴിഞ്ഞു. രണ്ടാമത്തെ കുടിയേറ്റം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഞാനൊരു കുടിയേറ്റം കണ്ടത്, ഞാൻ ശിവോയിൽ LLB പഠിക്കുമ്പോൾ വയനാട്ടിലെ കൃഷിക്കാർ അവരുടെ കുരുമുളക് നശിച്ചിട്ട് അവരുടെ ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നു. പേരാവൂരിലെയും ഇടിപ്പൂരിലെയും നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒക്കെ എങ്ങോട്ട് കുടിയേറി? കർണാടകത്തിലെ കുടകിലേക്കും അതുപോലെ തന്നെ ശിവമോഗ ജില്ലയിലേക്കും കുടിയേറി. അവിടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒരു 25 വർഷത്തിന് മുമ്പ് കുടിയേറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഇന്നോ എങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്? നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വിദേശങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൃഷിയിടങ്ങളും നമ്മുടെ നാടും അന്യം നിന്ന് പോകുന്ന നമ്മുടെ മാതാപിതാക്കളും അവരെ നോക്കാൻ ആളുകളില്ലാതെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം അപേക്ഷിക്കാനുള്ള എളിയ സഹോദരന്മാരെ ഞാൻ അപേക്ഷിക്കുന്നു. ഈ അവസരത്തിൽ നമ്മൾ ഈ നേട്ടങ്ങൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ബഹുഭൂരിപക്ഷം 99% തോട്ടത്തിൽ കുടുംബാംഗങ്ങൾ നല്ല നിലയിൽ മക്കൾ വഴിയും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നിലയിലുള്ള അധ്വാനത്തിന് പേരിലും നല്ല നിലയിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തത കണ്ടെത്തുവാനും നേരത്തെ സൂചിപ്പിച്ച ആ കൊച്ച് 12 വയസ്സുള്ള ചെറിയ കുട്ടി ഒരു വ്യത്യസ്തത ജീവിതത്തിൽ കണ്ടെത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ജനിച്ചു, ജീവിക്കുന്നു, മരിച്ചു എന്ന് പറയുന്ന അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കുന്ന രീതിയിൽ, സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ, പോസിറ്റീവായ രീതിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കടന്നു പോകുവാൻ നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടട്ടെ. ഇത് വലിയ പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ. SMI സ്കൂൾ ആലപ്പുഴ സിസ്റ്റർ ഇപ്പോൾ മത സുപ്രിയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സിസ്റ്ററെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ നന്ദി സൂചകമായി മോഹൻ്റെ എനിക്ക് വാങ്ങുവാൻ ക്ഷണിക്കുന്നു. നമ്മുടെ സ്വന്തം PA ചാക്കോച്ചൻ മാമനെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ട് ഭാഗങ്ങൾ സംസാരിക്കുന്നതിനായി നമുക്ക് സിസ്റ്ററെ ക്ഷണിക്കാം. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ കോൺഗ്രസ് കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രതിനിധി ആയി തന്നെ കോട്ടത്തിൽ കുടുംബത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാട്യകലാണ് അതിന്റെ മലബാർ കുടിയേറ്റത്തിന്റെ 100ാം വാർഷികം. ഇവിടെ കുടിയിരിക്കുന്ന ഏവർക്കും എന്റെ പ്രാർത്ഥനാശംസകൾ ഞാൻ ആദ്യമേ തന്നെ നേരുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് ഭാവി തലമുറയെ രൂപപ്പെടുത്താനുള്ള ഒരു യജ്ഞത്തിലേക്ക് ഈ കുടുംബം മധ്യ തിരുവിതാംകൂറിൽ നിന്നും യാത്ര തിരിച്ചു. ജന്മനാട്ടിൽ നിന്നും മലബാറിന്റെ വടക്കൂറുള്ള മണ്ണിലേക്കുള്ള കുടിയേറ്റം ഒരു പുതുയുഗത്തിന്റെ തുടക്കമായിരുന്നു. തോട്ടത്തിൽ കുടുംബത്തിന്റെ മലബാർ യാത്ര ഒരു ഭൂമിശാസ്ത്രപരമായ മാറ്റം മാത്രമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അത് അവരുടെ വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും സാക്ഷ്യമായിരുന്നു. അവർ തങ്ങളുടെ സാധന സാമഗ്രികൾ മാത്രമല്ല, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, വിശ്വാസം, ശക്തമായ മൂല്യങ്ങൾ, സംരംഭക മനോഭാവം എന്നിവ കൂടെ കൊണ്ടുവന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ കുടുംബം വളർന്ന് പന്തലിച്ചു. മലബാറിന്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ ഘടനയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അയൽക്കാരുമായും സുഹൃത്തുക്കളുമായും സുദൃഢമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചു. ഇന്ന് നാം ഈ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഈ അത്ഭുതകരമായ വളർച്ചയ്ക്ക് അടിത്തറയിട്ട നമ്മുടെ പൂർവികരെ ഒരിക്കൽ കൂടി നമുക്ക് സ്മരിക്കാം. അവരുടെ ത്യാഗങ്ങളും കഠിന അധ്വാനവും ഭാവി തലമുറയ്ക്ക് മാതൃകയും പ്രചോദനവുമാകട്ടെ. തോട്ടത്തിൽ കുടുംബത്തിന്റെ ഈ നീണ്ട യാത്രയിൽ അവരുടെ വളർച്ചയെ സഹായിച്ച, സഹകരിച്ച, പ്രോത്സാഹിപ്പിച്ച എല്ലാ വ്യക്തികളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. ഇനിയും കൂടുതൽ ഉയരങ്ങൾ കാണാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊരു സെന്റിനറി ആഘോഷം നടത്തണമെന്ന തോട്ടത്തിൽ ഫാമിലി ആദ്യം മൺസലയിൽ വന്നപ്പോൾ തോട്ടത്തിൽ ജോൺ, തോമസ് എന്നിവരെ സഹായിച്ച
കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മോടൊപ്പം ചേരാൻ പിതാവ് സമയം കണ്ടെത്തിയതിന് ഞങ്ങൾ അത്യന്തം സന്തോഷിക്കുന്നു. പിതാവിന് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവിന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളോടൊപ്പം ഈ കുടുംബ കൂട്ടായ്മ കൂടുതൽ അനുഗ്രഹീതവും വേദിയിലും സദസ്സിലുള്ള പ്രിയമുള്ള വ്യക്തികൾ, ഞാൻ ഈ പേപ്പർ നോക്കാൻ നേരമില്ലാത്തവരുടെ ഓരോരുത്തരുടെ പേര് പറയാതിരിക്കുന്നു. എല്ലാവരും സ്നേഹത്തോടെ ഓർക്കുന്നു. സ്വാഭാവികമായിട്ടും തോട്ടത്തിലെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കുടുംബയോഗമാണ് നടക്കുന്നത്. കുറച്ച് വ്യക്തികളായിട്ട് അറിയാം, എല്ലാവരെയും അറിഞ്ഞുകൂടാ. എങ്കിലും ഈ യോഗത്തിൻ്റെ കുടുംബ സമ്മേളനത്തിന് എല്ലാവരുടെ ആശംസകൾ നേരുകയും നമ്മുടെ പ്രിയങ്കരായ സജി ജോസഫ് നേരത്തെ വന്ന് പോയി എന്നും പ്രായമായവരെ ആദരിച്ചൊന്ന് കഴിയാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ഈ പത്രം നൽകുന്ന സുരക്ഷയുടെ തിരക്കാണ്. രാവിലെ കോർഡിനേഷൻ കമ്മ്യൂണിറ്റി അമേരിക്കയിൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഉച്ച കഴിഞ്ഞ് പാലായിൽ ചെല്ലണം. അതിനിടയ്ക്ക് പഴയ സംഭവിച്ചു. ഏതായാലും നിങ്ങളെ ഈ സമയത്ത് പങ്കെടുക്കാൻ കഴിയുന്നത് ഞാൻ സന്തോഷം. ഈ സമയത്ത് എല്ലാവിധ വിജയങ്ങളും ആശംസകൾ നേരുകയും നമുക്കറിയാം, കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പതിവാണ് കുടുംബ യോഗങ്ങൾ ചെയ്യുകയാണ്. കുടിയേറ്റക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീർഘനാളും വളരെ നാളുകൾക്ക് മുമ്പേ പല ഭാഗത്തേക്ക് കുടിയേറിയവരാണ് കുടുംബാധികം. അപ്പോൾ നമുക്ക് നാട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങളുമായിട്ട് പല ബന്ധങ്ങൾ ചെറിയ സംബന്ധിച്ച പരിഗണനയാണ്. ഞാൻ ഈ സെമിനാറിൽ പഠിക്കാൻ വരുന്ന കുട്ടികളോട് നമ്മുടെ മനസ്സിനായി പഠനം കഴിഞ്ഞ് ആലുവ കോട്ടയൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് ചോദിക്കും, നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ, നിങ്ങൾ കോട്ടയത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആലുവയിൽ പഠിക്കുമ്പോൾ നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബങ്ങളായിട്ട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടാറുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പോകാറില്ല. ഞങ്ങൾക്കൊന്ന് പരിചയിക്കും. ഇന്നലെ ആവശ്യമായിട്ട് സിസ്റ്റമായിട്ട് പോയിക്കോട് സംസാരിച്ചു. അപ്പോൾ സിസ്റ്ററിന്റെ കുടുംബത്തിൽ രണ്ട് പട്ടങ്ങളുണ്ട്. ഞങ്ങളുടെ കൃഷി വരുന്നില്ല, പരിചയക്കുറവാണ്. ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. എവിടേക്ക് വന്നത് ആരെങ്കിലും അറിഞ്ഞു പോകണം. ഞാൻ പറഞ്ഞ കുടുംബ യോഗത്തിൽ പോയപ്പോഴല്ലേ നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയാണ്. അത് അതിൻ്റെ പെടാപ്പാടാണ് പോകാനില്ല. പക്ഷെ അത് കുടുംബ യോഗം നടക്കുമ്പോൾ നമ്മളതിൽ വന്ന് പങ്കെടുക്കുക, ആളുകളെ പരിചയപ്പെടുക, അത് വലിയൊരു അവസരമാണ് നമ്മുടെ കുടുംബങ്ങളെ അറിയുന്നതിനാണ്. നമ്മുടെ കുടുംബങ്ങൾ പലയിടങ്ങളിലായിട്ട് ചെന്ന് കിടക്കുന്നവരാണ്, പക്ഷെ ഒരുമിച്ച് കൂടുമ്പോഴാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പരിചയമുള്ള ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഒത്തൊരുമിച്ചിരുന്നാൽ മതി. ഈ കുടുംബയോഗത്തിന്റെ ഇടയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് സർവീസായി നമുക്ക് കിട്ടുമ്പോൾ അവരുടെ ബന്ധത്തോളം വളരെ അടുത്ത് അറിയാത്തവരോട് നിങ്ങൾ പേരെന്താ, വീട്ടുകാരെന്താ, എവിടുന്നാ വരുന്നത്, ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് പരസ്പരം ബന്ധം പുലർത്തുന്ന ഒരു അവസരമാക്കി തീർക്കണം. മാത്രമല്ല, കുടുംബയോഗങ്ങൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റക്കുറച്ചുകളുള്ളവരുണ്ട്. ഒരേ ശാഖയിൽ ചില കുടുംബങ്ങൾ വളരെ സമ്പന്നമായിരുന്നു, ചില കുടുംബങ്ങൾ സ്വല്പം സാമ്പത്തികമായിട്ട് മോശമുള്ള കുടുംബങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളെ അറിയാനും ആ കുഞ്ഞുങ്ങളൊക്കെ വിഷമിക്കുന്ന ആളുകളെ കണ്ടെത്തി നന്നായി പഠിക്കുന്ന മക്കളുടെ അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കാനും സ്കോളർഷിപ്പുകൾ കൊടുക്കാനും ഒക്കെ ഈ കുടുംബ സമ്മേളനം സാധാരണ പരിപാടിയിൽ ഇടാറുണ്ട്. അപ്പം അവിടെ നമ്മൾ അങ്ങനെ അവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള അവസരം നമുക്ക് കുടുംബ യോഗങ്ങളിലൂടെ കിട്ടുന്നത് ഉറപ്പാണ്. ഇത് നമ്മുടെ കുടുംബങ്ങളെ അറിയുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ ഏത് എടുത്ത് നോക്കിയാലും കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടുത്തറിയാൻ നിൽക്കുന്നത് ഞാൻ പറയേണ്ടതില്ല. കുടുംബങ്ങൾ കൂടിച്ചേരുമ്പോഴാണല്ലോ സമൂഹം രൂപപ്പെടുന്നത്. അതുകൊണ്ട് സഭയായാലും രാഷ്ട്രങ്ങളായാലും കുടുംബത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുള്ള കാര്യം സംശയം. ഞാൻ 4 കൊച്ചു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തെ പറ്റി. ഒരു സഭയുടെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, സഭ കുടുംബത്തെ കാണുന്നത് സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പായിട്ടാണ്. വീട് വെച്ചിരിക്കാൻ വരുമ്പോൾ അച്ഛന്മാർ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഒരു വാചകം, കർത്താവായ ഈശോയെ സഭയുടെ ചെറിയ ഘടകമായ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതാണ്. വത്തിക്കാൻ കൗൺസിലിലെ സഭയെ കുടുംബത്തെ വിശേഷിപ്പിക്കുന്ന ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ്. ഡൊമസ്റ്റിക് ചർച്ച്, ഗ്രഹത്തിലെ സഭ. അപ്പൊ ഗ്രഹത്തിലാണ്, കുടുംബത്തിലാണ് സഭ തുടങ്ങുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ ദീർഘനാൾ സഭയെ നയിച്ച മാർപ്പാപ്പയുടെ 27 വർഷം. ഈ 27 വർഷങ്ങൾ അത് ഏറെ സമയങ്ങൾ കുടുംബങ്ങൾക്ക് പ്രഭാഷണം കൊടുക്കുവാൻ ചെലവഴിച്ചു. വെനസ്ഡേ ഓഡിയൻസിന് ബുധനാഴ്ച നൽകാനുള്ള ആ സന്ദർശന വേളയിൽ ദീർഘനാള് പിതാവ് കുടുംബങ്ങളെ പറ്റി സംസാരിക്കുകയുണ്ടായി. മാത്രമല്ല, കുടുംബത്തെ പറ്റി ഒരു ആദ്യ സെനറ്റ് കൊടുക്കുന്നത് പിതാവാണ്. ആ സെനറ്റിന്റെ പ്രതിഫലം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു പുസ്തകം ഇറക്കിയുണ്ടായി. അതിന്റെ ഡോക്യുമെന്റേഷനാണ്. അതിന്റെ പേര്
ഉണ്ടായിരിക്കുന്നത്. പരിശുദ്ധ പറയുന്ന ഒരു കൂട്ടായ്മയാണ്, കമ്മ്യൂണിയാണ്. കുടുംബത്തിന്റെ ലക്ഷ്യം എന്താണ്? കമ്മ്യൂണിയൻ ഓഫ് പേഴ്സൺസ് ആണ്. വ്യക്തികളെ ഒരുമിപ്പിക്കുന്നതാണ് കുടുംബം. ഇപ്പൊ നമ്മൾ പല കൂട്ടായ്മകളുണ്ട്. ഇവിടെ ഒരു സിസ്റ്ററുണ്ട്, അവരെ സിസ്റ്റേഴ്സ് പൊതുവെ കൂട്ടായ്മ ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലാണ്. ഇടവ വലിയ കമ്മ്യൂണിറ്റിയിലല്ല, സന്യാസ വലിയ കമ്മ്യൂണിറ്റി ചെയ്യുന്നതല്ല. പക്ഷെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുടുംബമാണ്. അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, മക്കള്, കുഞ്ഞുമക്കൾ അടങ്ങുന്ന കൂട്ടായ്മ. അവിടെ പങ്കുവെക്കപ്പെടാത്ത യാതൊന്നുമില്ല, അറിയാം. അതുകൊണ്ടാണ് അതിനെ കൂട്ടായ്മ വിളിക്കുന്നത്. പരിശുദ്ധാവ് അതേ അപ്പസ്തോലിക പ്രബോധനത്തില് ഊന്നി പറയുന്നൊരു കാര്യം, ഓരോ കുടുംബവും ഒരു ദേവാലയമാണെന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ വീട് കഴിഞ്ഞാല് വീട് വ്യഞ്ചരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ കയറാറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കർത്താവിന് പ്രതീക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല, അല്ലാതെയും നമ്മുടെ കുടുംബങ്ങൾ ദേവാലയങ്ങളാണ്. ഓരോ കുടുംബത്തിലും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിനൊരു സഹനത്തിൻ്റെ മനസ്സോടെ സ്വീകരിച്ചു പോകാൻ കഴിയുമ്പോൾ അത് വലിയ വിലയുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, സഹനങ്ങൾ സ്വീകരിച്ചു പോകാൻ വിഷമാണ്. പണ്ടങ്ങനെയല്ല, പണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ആ സഹനത്തിൻ്റെ ഒരു മനോഭാവം അതൊരു സാറ്റിസ്ഫൈസാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കൂടി കുടുംബം കൂട്ടായ്മ. നാലാമത്തെ പോയിന്റ് കുടുംബത്തെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോയിന്റാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് കുടുംബം സ്കൂളാണ്. പ്രാഥമിക വിദ്യാലയമാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് മനുഷ്യത്വം കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും എന്തായിരിക്കുന്നോ അത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ അപ്പച്ചനിൽ നിന്നും അമ്മച്ചയിൽ നിന്നും നമ്മുടെ കുടുംബ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ പഠിച്ച സാഹചര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം കുടുംബങ്ങളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ വിശ്വാസം കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഞാൻ വൈകില്ലാത്ത സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയങ്ങളുള്ള കഥയുള്ള നോക്കിട്ടാണ്. ഇപ്പൊ കുടുംബം നാലാമത്തെ കുടുംബത്തിലുള്ള സഭയുടെ കാഴ്ചപ്പാട് കുടുംബ വിജ്ഞാനമാണ്, ആത്മവിജ്ഞാനം എന്ന കാര്യമാണ് ഓർക്കുന്നത്. 3 കാര്യങ്ങൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നു. ഒന്ന്, യഥാർത്ഥ വ്യക്തിത്വമാണ്. ഉത്കൃഷ്ടമായ വ്യക്തിത്വത്തെ പടുത്തുയർത്തുന്ന പഠന കളരിയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തായിരിക്കുന്നോ അതോട് മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കുടുംബം, സ്കൂൾ, പശ്ചാത്തലത്തിലൊക്കെയാണ്. യഥാർത്ഥ വിശ്വാസം കുഞ്ഞു പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്. യഥാർത്ഥ സ്നേഹം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ കുടുംബത്തിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ചറിയിക്കുന്നില്ല. ഈ കുടുംബ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. പരസ്പരമായ ബന്ധങ്ങൾ പുലർത്തുവാൻ, പുതുക്കുവാൻ, അത് നിലനിർത്തുവാൻ, ഒപ്പം നമ്മുടെ കുടുംബത്തെ അടുത്തറിഞ്ഞ് സഹായിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ്. പല രംഗങ്ങളിലും, രാഷ്ട്രീയ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗങ്ങളിലെ ശാസ്ത്രീയ രംഗങ്ങളൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളാണ്. നല്ല മിടുക്കനായ വിദ്യാർത്ഥികൾ പഠിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരൊക്കെ ആദരിക്കാനും സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കുടുംബ സമ്മേളനങ്ങൾ വേദിയാക്കി തീർക്കണം. അപ്പൊ അങ്ങനെ നല്ല നിലയിൽ നമ്മുടെ കുടുംബ സമ്മേളനം കൊണ്ടുപോകാൻ കഴിയും. എനിക്കൂടി നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതോടൊപ്പം കുടുംബ സമ്മേളനത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുള്ള വിവിധ പ്രായക്കാരായിട്ടുള്ളത്. പ്രായം കൂടിയവരും കുറഞ്ഞവരും ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് പങ്കെടുക്കാൻ വന്ന നിങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ല അനുഭവം ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. പൊതുവായി നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ ദിവസങ്ങളാണ്. ക്രിസ്മസിന് മംഗളം തന്നെ പുതുവർഷത്തിന്റെ ആശംസ കൂടി നമുക്ക് ചെയ്യും. നമ്മുടെ 2 വലിയ നേതാക്കന്മാരെ ഈ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് MP വാസുദേവൻ, നമ്മുടെ എഴുത്തുകാരൻ, സാഹിത്യകാരനാണ്. മറ്റൊന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 2 പേരും വ്യത്യസ്തമായ നിലയിൽ ഏറെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. 2 പേരും നമുക്ക് വൈകാരികമായും മറ്റു പലവിധ മടുപ്പുള്ള ആളുകളാണ്. അവരെ കൂടി നമുക്ക് ഓർക്കണം ഈ അവസരത്തിൽ. ഞാൻ നന്മ നേരുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്ത നടത്തുന്നു.
നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ വലിയ 100 വർഷത്തിന്റെ പരിചയം, അനുഭവങ്ങൾ, ദുഃഖവും സന്തോഷവും, വളർച്ചയും പരിവർത്തനവും, ഇതനിശ്ചയവും ദൃഢനിശ്ചയവും കാലതാമസമാർന്നു ചെയ്ത ഒരു കൂട്ടായ്മയുടെ പരിശ്രമം അനിവാര്യമാണ്. ആദ്യമായി ഈ ആഘോഷം വിജയകരമാക്കാൻ നടത്താൻ വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റിക്ക് ഞങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു. അദ്ദേഹത്തിന് മോഹൻഡോ നൽകുന്നതിനായി സിജോ ജോൺ കോട്ടത്തിലിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ക്ഷണിക്കാം